ആ രാജേട്ടാ. ആ മോനെ ഇറങ്ങുമായിരുന്നോ? ഞാൻ മോനെ കൊണ്ടുവരാൻ വേണ്ടി സ്കൂളിൽ നിന്ന്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ആ മോളിലത്തെ വാടകക്കാരില്ലേ, അവരിപ്പോ വരുന്നുണ്ട്. ഓ ഇന്നാ വരാന്ന് പറഞ്ഞല്ലേ? അതെ അതെ. എങ്ങനെ ചേട്ടൻ അറിയാവുന്ന ആൾക്കാരാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ എന്ത് കുഴപ്പം, ഒരു പാവം കുട്ടി, എനിക്കറിയാവുന്നല്ലേ. ഓ ആയിക്കോട്ടെ. എനിക്ക് രാജേട്ടനെ വിശ്വാസം. കീ കയ്യിലില്ലേ? ഉണ്ട്. ചേട്ടൻ നോക്കിയാൽ മതി. അല്ല അതല്ലെന്നേ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് പോകും. ശരി. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഓ ഷോകാണെന്നേ. ഇപ്പൊ എല്ലാരും ഓൺലൈൻ അല്ലേ? കടയിൽ പോയി എല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്യല്ലേ? വന്നല്ലോ. മോളെ, ഇത് ഹൗസ് ഓണർ ഗിരീഷ്. മോനെ, ഇതാ പറഞ്ഞ. ഹായ്. ഹായ്. ഗിരിക്കെന്നെ മനസ്സിലായോ? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ വലിയടത്തെ പ്രഭാകർ കുറുപ്പിന്റെ മോൾ അപർണ. ഓ അപർണ. കല്യാണം കഴിഞ്ഞാലും എനിക്ക് ജോലിക്ക് പോകണമെന്നാ. എന്താ? എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. ഇതുവരെ എല്ലാം റാങ്ക് മേടിച്ചാണ് ഞാൻ പാസ്സായത്. ഇത്രയും പഠിച്ചിട്ട് വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഗിരിക്കത് ഓക്കെ അല്ലേ? അപർണ BEd അല്ലേ പഠിക്കുന്നത്? എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അച്ഛനമ്മേനെ ജോലിക്ക് വിടാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് അച്ഛൻ്റെ ബിസിനസ് വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്ന് തോന്നുന്നു, കുറച്ച് ഇഷ്യൂസ് കാരണം അച്ഛൻ്റെ ബിസിനസ്സൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അന്ന് അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് മാത്രമേ പിടിച്ചെന്ന്. അതുമാത്രമല്ല, അമ്മയുടെ PF-ഉം അതുപോലെ തന്നെ ഈ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള ലോൺ എടുത്തിട്ടാണ് ഇപ്പോൾ കാണുന്ന ആ ടെക്സ്റ്റൈൽസ് ഇല്ലേ, അതൊക്കെ. ഞാൻ പറഞ്ഞത് അപർണയ്ക്ക് മനസ്സിലാവണ്ടല്ലോ അല്ലേ? അല്ല, ഇതൊരു SOR ക്വസ്റ്റൻ ആയിരുന്നല്ലേ? ഞാൻ വെറുതെ പലിച്ചു നീട്ടി. ഇല്ല ഇല്ല, അതൊന്നും കുഴപ്പമില്ല. യൂഷ്വലി ബോയ്സ് അത്ര എക്സ്പ്രസീവ് അല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബട്ട് യു ആർ ഡിഫറെൻറ്റ്. ഐ ലൈക്ക് ഇറ്റ്. ഈ ഐ ലൈക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണോ അതോ എന്നെയാണോ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. അല്ല പറഞ്ഞു